മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ബിഗ് ബുക്കിലെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ പടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞു. 1-ാമത്തെ പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള 3 പാർട്ടാക്കിയിട്ട് 1-ാമത്തെ പടി ചെയ്യുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ കൂടുതലായിട്ട് 12 പടിയും 12 പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിൽ എന്താണ് 1-ാം പടിയെ കുറിച്ചിട്ടുള്ള അധ്യായത്തിൽ പറയുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ 1-ാമത്തെ പടിയിൽ പറയുന്ന മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന 1-ാം പടി. അതിൻ്റെ തുടക്കത്തിൽ പരിപൂർണ പരാജയം സമ്മതിക്കാൻ ആര് തയ്യാറാകും? പ്രായോഗികമായി ആരും തന്നെ അതിന് തുനിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ സമ്പൂർണ്ണമായിട്ട് പരാജയമാണ് എന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മദ്യവിമുക്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മൾ അശക്തരാണ് എന്ന ആശയം നമ്മുടെ ജീന് നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ രൂപാന്തരപ്പെട്ട് വരുന്ന മനുഷ്യൻ്റെ വംശങ്ങളിലൊക്കെ തന്നെ ഒരു പ്രകൃതി വാസനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. മനുഷ്യനെപ്പോഴും തീ കണ്ടു കഴിഞ്ഞാൽ കയ്യ് നമ്മൾ പിൻവലിക്കാൻ കാരണം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രതിരോധമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗം ഈ ഭൂമിയിൽ നിലനിന്ന് പോകുന്നത് ഇന്ന് കാണുന്ന സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടാവുന്ന ചിന്തകളാണ് ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് മനുഷ്യൻ അങ്ങനെ ഗുഹയിൽ കിടന്നിരുന്ന ഗുഹാമനുഷ്യനിൽ നിന്ന് മനുഷ്യൻ ഇന്നത്തെ നാഗരിക മനുഷ്യനിലേക്കുള്ള ഒരു പാലായനമുണ്ട്. മനുഷ്യൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലൊക്കെ മനുഷ്യൻ അശക്തനാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഗുഹയിൽ കടന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നമുക്ക് ഇന്നുള്ള ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ അശക്തർ എന്ന് പറയുന്ന ആശയത്തിനെതിരെ പ്രകൃതിദത്തമായ ഒരു ജന്മവാസന ഓരോ മനുഷ്യനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മദ്യം നിറഞ്ഞ ഗ്ലാസ് ഇരിക്കെ നശീകരണ മദ്യപാനം ഒരു ഒഴിയാബാധയായി ഞങ്ങളുടെ മനസ്സുകളെ വളച്ചൊടിക്കുന്നുവെന്നും ഈശ്വര കാരണത്തിൻ്റെ ഇടപെടലിന് മാത്രമേ അതിനെ നമ്മിൽ നിന്ന് മാറ്റുവാൻ കഴിയൂ എന്ന് സമ്മതിക്കുന്നത് സത്യത്തിൽ അരോചകമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായ പ്രശ്നം മദ്യാസക്തനാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്കുള്ളത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന പ്രകൃതിദത്തമായൊരു വാസന നമുക്കുണ്ട്. നമ്മുടെ അശക്തിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിനും പുറമെ നമ്മുടെ കയ്യിൽ ഈ രീതിയിൽ നമുക്ക് എത്രയോ ദോഷമുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ താറുമാറാക്കിയിട്ടുള്ള മദ്യം ആണ് എന്ന് അറിഞ്ഞും കൊണ്ട് നമ്മൾ മദ്യം എടുത്ത് കുടിക്കുന്ന ആളുകളാണ്. ആ രീതിയിലാണ് മദ്യം പലപ്പോഴായിട്ട് കുടിച്ചിട്ടുള്ളത്. എത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു കുടി എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന ധാരണയായിരുന്നു ഞാനൊക്കെ വീണ്ടും ഈ മദ്യ ഗ്ലാസ് എടുത്തിരുന്നത് എന്ന് ഇന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മറ്റൊന്നിനെയും അംഗീകരിക്കാതെ ഈ ഗ്ലാസും കയ്യിലെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈശ്വരൻ്റെ കാരുണ്യത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുക? നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ, നമ്മൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ആ രീതിയിൽ ഒരു ഈശ്വര കാരുണ്യം ഉണ്ടാവണം, ഒരു ഇടപെടൽ പുറത്തു നിന്നുണ്ടാവണം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളത് സമ്മതിക്കാൻ തയ്യാറാവില്ല. ആ ഡിനയൽ സ്വഭാവം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള തന്നെയാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളും അത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ചില സമയം വേണം, ശരിയായ സമയം, ശരിയായ നേരം എന്നൊക്കെ നമ്മൾ മീറ്റിങ്ങിൽ പറയാറുണ്ട്. പലപ്പോഴും ആ സമയം എത്താത്തതിൻ്റെ കാരണം ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു പ്രകൃതിദത്തമായ വാസനയും അതിൻ്റെ പുറമെ നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞു കഴിക്കുന്ന മദ്യത്തിൻ്റെ ആ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ആ കെമിക്കൽ ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും അത് നമ്മുടെ ന്യൂറോൺസിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളൊക്കെയാണ് അത്തരത്തിലാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും വേറൊന്നിനെ അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല, ഒരു വലിയ ശക്തിയെ അംഗീകരിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അത് മറ്റേതൊരു പാപ്പരത്വവും ഇതിന് കിടപിടിക്കില്ല. മദ്യം ആർത്തി പിടിച്ച പലിശക്കാരനെ പോലെ നമ്മിൽ നിന്ന് സ്വയം പര്യാപ്തതയും ആ പ്രക്രിയയെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തിയെയും ഊറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ആർത്തി പിടിച്ച പലിശക്കാരനെ പോലെയാണ്. എത്ര പലിശ കൊടുത്തു കഴിഞ്ഞാലും പലിശക്കാരനെ സംബന്ധിച്ചിടത്തോളം മതിയാവില്ല. പലപ്പോഴും പലിശയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാത്രി ഉറക്കത്തിൻ്റെ ഉള്ളിൽ പോലും അവരിങ്ങനെ ഈ ഒരു കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ നോട്ടിടുന്ന പോലെ കാണിക്കുന്ന പല കഥകളും കേട്ടിട്ടുണ്ട് നമ്മൾ. കാരണം ഒരു വട്ടം നമുക്ക് ജീവിതത്തിൽ ശീലമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. അപ്പം മദ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ആർത്തി പിടിച്ച പലിശക്കാരനാണ്. പലിശ എത്ര കിട്ടിക്കഴിഞ്ഞാലും പോരാ എന്ന തോന്നലാണ് ഉണ്ടാവുന്നത്. അപ്പം ആ രീതിയിൽ സ്വയം പര്യാപ്തത, നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ കഴിവുകളെ, അതോടൊപ്പം തന്നെ മദ്യത്തിനെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തി. മദ്യപാനം എന്ന് പറയുന്നത് ശരീരത്തിന് ഹാനികരമാണെന്ന് അതിൻ്റെ ബോർഡിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ അനുഭവങ്ങൾ അല്ലെങ്കിൽ മദ്യാസക്തി തുടങ്ങി കുറച്ച് നാളുകൾക്കകം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു രോഗം വല്ലാത്ത തരത്തിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു കാരണവശാലും നമുക്കതിനൊരു പ്രതിരോധം, ഈ ഉണ്ടാവുന്ന ഒരു മോശം അനുഭവങ്ങളും നമ്മളെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി, ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തീയുടെ അടുത്തേക്ക് ചെല്ലുന്ന കുട്ടിക്ക് ഉണ്ടാവുന്നൊരു പ്രതിരോധം, അല്ലെങ്കിൽ തീയുടെ അടുത്തേക്ക് കൈ നീട്ടുമ്പോൾ ഒരു പ്രതിരോധം ഉണ്ടാവാറുണ്ട്. ആ പ്രതിരോധം നമുക്ക് ഉണ്ടാവുന്നില്ല മദ്യത്തിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെ മോശം അനുഭവം ഉണ്ടായാലും വീണ്ടും നമ്മൾ മദ്യം കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു രോഗം, നമ്മുടെ അലർജി, നമ്മുടെ കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ മദ്യത്തെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി, ഞാൻ ഇനി കുടിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഇച്ഛാശക്തി നമ്മളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്. മറ്റുള്ള ആൾക്കാരെ പോലെ ഇന്ന് കുടിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴായിട്ട്, ഇന്നലെ അമിതമായി മദ്യപിച്ച ആളുകളൊക്കെ ഇപ്പോൾ ഗൾഫിലൊക്കെ വെള്ളിയാഴ്ചകളിൽ മദ്യപാന സദസ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും കാണാറുണ്ടാവും ഇന്നലെ ഓവറായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുടിക്കുന്നില്ല എന്നൊക്കെ വിളിക്കുന്ന ആളുകളെ കാണാറുണ്ട്. പക്ഷേ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ ഈ ഒരു ക്രൂരമായ യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ ജീവിത വ്യാപാരം തുടർന്നു കൊണ്ടുപോകുന്ന മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ പാപ്പരത്വം പൂർണ്ണമാവുന്നു. ക്രൂരമായിട്ടുള്ള ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പരത്വം പൂർണ്ണമാവുകയാണ്. പക്ഷേ നമ്മൾ ആ രീതിയിൽ ശക്തിഹീനനാണ് എന്ന് സമ്മതിക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും മദ്യത്തിൽ നിന്ന് വിമുക്തി നേടാതെ വീണ്ടും മദ്യപിക്കേണ്ട അവസ്ഥ ഓരോ മനുഷ്യനും വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നതോടുകൂടി നമ്മൾ ഈ പരിപൂർണമായ നാണക്കേടിനെ പുതിയ ഒരു കാഴ്ചപ്പാടിൽ കാണുക. എങ്ങനെയാണ് ഈ പറയുന്ന ഒരു നാണക്കേടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമുണ്ടാവുന്ന ഈ ഒരു പ്രശ്നം നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്നില്ല. കുടിക്കണ്ട എന്ന് വിചാരിച്ചാലും അറിയാതെ ബാറിലേക്ക് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ മദ്യം സംഘടിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നു. പല കാരണങ്ങളെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ മദ്യപിക്കുകയാണ്. അപ്പോൾ ആ ഒരു നാണക്കേട് തന്നെ മറ്റാൾക്കാരെ അറിയിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു പരിപൂർണമായ ഈ ഒരു നാണക്കേടിനെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണുകയാണ്. കാരണം ഈ ഒരു പരിപൂർണമായ പരാജയത്തിലൂടെ മാത്രമാണ് കരുത്തിലേക്കും മുക്തിയിലേക്കുമുള്ള ആദ്യ പടവുകൾ ഞങ്ങൾക്ക് കയറാൻ പറ്റൂ എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഈ ഒരു സമ്പൂർണമായ പരാജയം, ആ പരാജയം സമ്മതിച്ചാൽ മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ നമുക്ക് പ്രവർത്തിക്കുള്ളൂ. ഒന്നാമത്തെ പടി അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ഒന്നാമത്തെ പടിയെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലിയ ശക്തനായിരുന്നു, പൂർണ്ണമായിട്ടും മദ്യം എന്നെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ട്, എൻ്റെ ജീവിതം അനിയന്ത്രിതമാക്കുന്നതിൽ മദ്യത്തിന് എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്ന ആ കാര്യം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ആ പരിപൂർണ നാണക്കേട് നമ്മുടെ ഒരു പരാജയം തന്നെയാണ് മദ്യത്തിൻ്റെ മുന്നിൽ. നമുക്കൊരു പരാജയമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വിജയത്തിലേക്ക് കുതിക്കാൻ പറ്റൂ എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ സ്വകാര്യമായ ശക്തിഹീനതകളുടെ സമ്മതം ആത്യന്തികമായി സന്തുഷ്ടവും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ ഉറച്ച അടിത്തറയായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ മദ്യാസക്തി മാത്രമല്ല നമ്മുടെ പ്രശ്നം. അങ്ങനെ ഒരു മദ്യാസക്തനായ മനസ്സ് നമുക്കുണ്ടാവുന്നതിൻ്റെ കാരണം പല കാര്യങ്ങളിലുണ്ടാവുന്ന നമ്മുടെ ശക്തിഹീനതകളാണ്. പല കാര്യങ്ങളും നമുക്ക് ദുർബലതകളുണ്ട്. നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമാണ്
കൃത്യമായിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിലെത്തിയിട്ട് നിരന്തരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റിലാപ്സ് പറ്റുന്നുണ്ട്. ആ റിലാപ്സിൻ്റെ ഓരോ കഥകളിലും അവർ പറയുന്ന കഥകളെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് വേണ്ടി മനസ്സിലാക്കാൻ, നമുക്ക് അത്തരമൊരു അനുഭവം ഒരിക്കലും വേറൊരാളെ വിധിക്കാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ അങ്ങനെ ഉണ്ടായി എന്ന് വേറെ ആളോട് പറയാനുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോഗ്രാം ഏറ്റവും പ്രധാനമായി പറയുന്നത് മറ്റുള്ള ആളുകളെ വിധിക്കരുത് എന്നുള്ളതാണ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം. നമ്മുടെ ഒരു സഹജീവി, നമ്മളുടെ ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെ നമ്മുടെ സഹോദരനുണ്ടാവുന്ന ഒരു കൈപ്പിഴ അല്ലെങ്കിൽ അവന് ഈ രീതിയിൽ അവൻ്റെ ഇച്ഛാശക്തിയെ പലപ്പോഴായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പണ്ട് നമുക്ക് പറ്റിയിരുന്നില്ല. നമ്മൾ അതിനൊരു മാർഗം കണ്ടെത്തുകയാണ് ഈ കൂട്ടായ്മയിലൂടെ. സന്തുഷ്ടി നിറഞ്ഞ, കൃത്യമായ ഉദ്ദേശലക്ഷ്യങ്ങൾ നിറഞ്ഞ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പല പ്രശ്നങ്ങളുമുണ്ട് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമുക്ക് അതിൽ നിന്നും മോചനത്തിലേക്കുള്ള വഴി നമുക്ക് തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളും വീണ്ടും വീണ്ടും കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അവിടെ അവർക്ക് വീഴ്ച പറ്റിയത് എവിടെയാണ്. ആ വീഴ്ച എനിക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്? പൂർണ്ണമായിട്ടും ആ സമ്പൂർണ്ണമായ പരാജയം എനിക്കുണ്ട്. വേറെ ഏതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആ പ്രശ്നത്തെ ഞാൻ നേരിടേണ്ടത് മദ്യം ഉപയോഗിച്ചായിരിക്കരുത് എന്ന ഒരു ഉറച്ച തീരുമാനമാണ്. നമ്മുടെ ഷെയറിങ്ങുകളിൽ നിന്ന് നമുക്ക് പലപ്പോഴും റിലാപ്സ് വന്ന ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട്. അപ്പോൾ ഒരാളുടെ അനുഭവം നമുക്ക് പാഠമായി മാറുകയാണ്. ആ അനുഭവങ്ങളെ ഇഴകീറി പരിശോധിച്ച് അയാളെ ഉപദേശിക്കാനല്ല ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. ഒരു തരത്തിലും ഉപദേശങ്ങളൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൽ, കാരണം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ എടുക്കാത്തൊരു കാര്യം എങ്ങനെ മറ്റുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളവിടെ ഒരാൾ അനുഭവങ്ങൾ പറയുമ്പോൾ, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ഞാൻ മീറ്റിങ്ങിൽ കയറാറില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ വീണ്ടും മദ്യം കയറി വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അതേപോലെ നമുക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ ജീവിതവുമായി അതിനെ ഒന്ന് തട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള മാർഗ്ഗങ്ങളെ, ഏറ്റവും പ്രധാനമായ ഒരു കാര്യം വീണ്ടും ആ മധ്യ ക്ലാസ് ആദ്യത്തെ പെഗ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, നമ്മുടെ ഓരോ സ്വകാര്യമായ ബലഹീനതകളും നമുക്ക് ഒരു ഉറച്ച അടിത്തറയോട് കൂടിയിട്ടാണ് എന്തിൻ്റെ ഒരു നിർമ്മാണം. നല്ലൊരു വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിത്തറ വേണം. അപ്പോൾ അതിനുള്ള നമുക്ക് നല്ല സന്തുഷ്ടി നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഏറ്റവും പ്രധാനമായി വേണ്ടത് അടിത്തറയാണ്. ആ അടിത്തറയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്താണ്? മദ്യാസക്തി എന്ന് പറയുന്ന രോഗം നമുക്കുണ്ട്. സമ്പൂർണ്ണമായിട്ടും മദ്യം എന്നെ ഒന്നാമത്തെ പടിയിലെ കാര്യം, മദ്യത്തിൻ്റെ മുന്നിൽ നമ്മുടെ ശക്തിഹീനത, സമ്പൂർണ്ണമായി പരാജയം മദ്യത്തിനോട് സമ്മതിക്കുകയാണ്. നമ്മുടെ ജീവിതം അനിയന്ത്രിതമാക്കുന്നതിന് മദ്യം പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചു. അതോടൊപ്പം തന്നെ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഒരു മദ്യാസക്തനായ അല്ലെങ്കിൽ അലർജിയുള്ള മനുഷ്യനായിട്ട് മദ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ മാറുന്നതിന് കാരണം നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് എന്നുള്ള ആ അടിത്തറയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനമായ കാതൽ എന്നുള്ളതാണ്. അതിൽ നിന്നാണ് പിന്നീട് നമ്മുടെ വളർച്ച തുടങ്ങുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരുന്ന ഏതൊരു മദ്യപാനിയും അയാൾ ആദ്യം തൻ്റെ നശീകരണ ദൗർബല്യതയും അതിൻ്റെ പരിണത ഫലങ്ങളെയും അംഗീകരിക്കാത്തിടത്തോളം അയാൾക്കൊരു നന്മയും കൈവരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നശീകരണ ദൗർബല്യം എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ മുന്നിലുണ്ടാകുന്ന ആ ശക്തിഹീനതയാണ്. എത്രയോ വട്ടം ജീവിതത്തിൻ്റെ ഇടയിൽ മദ്യം കയറി വന്നുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ, നമ്മുടെ ആ ഇരുണ്ട ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കൈമുതലായിട്ടുണ്ട്. അതിനെ പലപ്പോഴും അംഗീകരിക്കാൻ നമ്മൾ വിമുഖത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ള ആളുകളായിരുന്നു ഈ പ്രവൃത്തിക്ക് കാരണമെന്ന പറച്ചിലുണ്ടാവും. എല്ലാ കാര്യത്തിലും ന്യായീകരണം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു മദ്യാസക്തനായ മനുഷ്യൻ പ്രവർത്തിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണം എൻ്റെ പ്രവൃത്തിയായിരുന്നു എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഭാര്യ ആ രീതിയിൽ എന്നോട് പെരുമാറിയത് കൊണ്ടാണ് ഞാൻ മദ്യം കഴിച്ചത് എന്ന ന്യായീകരണം ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു, എനിക്കത് നേരിടാൻ കഴിഞ്ഞിരുന്നില്ല, എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ വെച്ചിട്ടാണ് അടുത്ത പെഗ് എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ കോടിക്കണക്കിന് കടം എവിടെയും പോകുന്നില്ല, കടം അവിടെ തന്നെ കിടക്കുകയാണ്. എന്നാലോ വീണ്ടും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലേക്ക് ഞാൻ പോവുകയാണ്. കുടിച്ചത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് എൻ്റെ മുൻ അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ വീണ്ടും
ഈ അനുഭവങ്ങളൊന്നും തന്നെ ഉപയുക്തമാക്കാൻ പറ്റാണ്ട് വീണ്ടും മധ്യ ഗ്ലാസ് കയ്യിലെടുക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എടുക്കുന്നത്? യഥാർത്ഥമായിട്ട് നമ്മുടെ ഈ ദൗർബല്യം നമ്മളെ നശിപ്പിക്കുമെന്ന് നമ്മളെ ഉള്ളിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അതിനുശേഷമുണ്ടായ പരിണിത ഫലങ്ങൾ തന്നെ, ഈ കുടിച്ചതിന് ശേഷമുണ്ടായ പരിണിത ഫലങ്ങളോളം തന്നെ കുടിക്കാതെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും അത്ര സാരമല്ല എന്ന്, അല്ലെങ്കിൽ അത് സാരമായിരുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം. വേറൊരാൾക്കും പറ്റില്ല. ഒരാൾക്കും വേറൊരാളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയുന്ന പോലെ അഭിപ്രായം പറയാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പരിശോധിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രശ്നമുണ്ടായത് എൻ്റെ ഈ നശീകരണ സ്വഭാവമായ മദ്യാസക്തി കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം പ്രോഗ്രാമിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വിനയാന്വിതനാവാതെ, ആ പദങ്ങളൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. വിനയത്തിൻ്റെ കാര്യം പറയണം. എങ്ങനെയാണ് നമ്മൾ വിനയത്തോടു കൂടി, കാരണം ഞാൻ എന്ന് എല്ലായിടത്തും പറഞ്ഞ് നമ്മൾ ഈ ഒന്നാമത്തെ പടിയിൽ ഞങ്ങൾ എന്ന് പറയുകയാണ്. നമ്മളൊരു കൂട്ടം ഏകദേശം സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന സർവ്വസമ്മതമായ രക്ഷാമാർഗത്തിൻ്റെ മുന്നിൽ വിനയാന്വിതനാവുകയാണ്. ഒരു തരത്തിലും വിനയമില്ലാതെ അയാളുടെ സുബോധാവസ്ഥ അങ്ങനെയൊന്നുണ്ടെങ്കിൽ, നമുക്കൊരു സുബോധാവസ്ഥ വേണം, മദ്യരഹിതമായ അവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ അത് അപകടാവസ്ഥയിൽ ആയിരിക്കുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് വിനയാന്വിതൻ, നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം ആ വിനയത്തോടു കൂടി ഞാൻ എന്ന് പറയുന്ന ആ അഹങ്കാരം ഒഴിവാക്കിക്കൊണ്ട്, പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ഈ പറയുന്ന ജന്മവാസനകളെ മാറ്റാനൊന്നും സാധിക്കില്ലെങ്കിലും കുറേയൊക്കെ നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്ന് ശഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കാതെയൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷേ അധികം താമസമില്ലാതെ നമ്മൾ ആ ഗ്ലാസ് കയ്യിലെടുക്കും. കാരണം നമുക്ക് അറിയാം നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ സ്വകാര്യമായ ശക്തിഹീനതകളൊക്കെ നമുക്കുണ്ട് എന്നുള്ളത്. ഒരു അപകടാവസ്ഥയിലുള്ള സുബോധാവസ്ഥ ഉണ്ടാവും. നമുക്ക് മദ്യപിക്കാത്ത അവസ്ഥയെ സുബോധം തന്നെ പറയും. പക്ഷെ ആ സുബോധം ഭാഷാപരമായൊരു പ്രയോഗം തന്നെയാണത്. പക്ഷേ ഇതൊരു അപകടാവസ്ഥയിലുള്ള സുബോധാവസ്ഥയാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മദ്യം നമ്മൾ വീണ്ടും എടുക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ കുടിക്കാതെ ഇരിക്കുന്ന സമയത്തൊക്കെ സന്തോഷം കിട്ടില്ല. കുറേ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നിനും തോന്നില്ല. കുറേ ആളുകളോട് പറയുന്നു, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിരാശ, അതിനൊക്കെ മറ്റുള്ള ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുടിക്കാതിരുന്ന് കഴിഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന കഞ്ഞിയും ചമ്മന്തിയും ആണെങ്കിലും അത് കുടിച്ച് മനസമാധാനത്തോടു കൂടി കടന്നുറങ്ങാൻ പറ്റണം. സാമ്പത്തികമായിട്ട് കുറേ പൈസ വന്നുകൊണ്ടൊന്നും സന്തോഷാവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യും, ഊട്ടിയിലേക്ക് പോകാം എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഊട്ടിയെക്കുറിച്ച് നമ്മളൊരു സങ്കല്പ ചിത്രം മനസ്സിലുണ്ടാക്കിയിട്ട് ഊട്ടിയിലേക്ക് യാത്ര പോകും. പക്ഷേ പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ അവിടെ എത്തുമ്പോഴേക്കും വേറെ പല പ്രശ്നങ്ങളിൽപ്പെട്ട് ആ നമ്മൾ എന്താണോ നമ്മൾ യാത്ര പുറപ്പെടുന്ന സ്ഥലത്ത് വിചാരിച്ച ആ കാര്യങ്ങളായിരിക്കില്ല ഊട്ടിയിലെത്തിയ സംഭവിക്കുക. അപ്പോൾ കുറേ കാശുണ്ടായത് കൊണ്ടോ സാഹചര്യങ്ങൾ മാറ്റിയത് കൊണ്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നമുക്കുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ വസ്തുതകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുടിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതി നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുന്നതോടുകൂടി സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് വളരെ സങ്കീർണമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയൊന്നുമല്ല. വളരെ ലളിതമായിട്ട്, എന്നാൽ അത് കുറേ പ്രയാസങ്ങളും കുറേ സങ്കീർണതകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സങ്കീർണതകളെയൊക്കെ പരിഹരിക്കുന്നത് വളരെ സുന്ദരമായി സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ട് മീറ്റിങ്ങുകളിൽ ഇരുന്ന് ആകെ വെലിഞ്ഞു മുറുകി മറ്റുള്ളവരോടുള്ള ദേഷ്യവും നീരസവും. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള മാർഗം, അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അതാണ് ജീവിതത്തിൻ്റെ വസ്തുതകളിൽ ഏറ്റവും പ്രധാനമായത്. സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ്. നിൽക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന ഇടത്ത് ആരൊക്കെയാണോ നമ്മുടെ ചുറ്റുമുള്ളത് അവരുമായി സന്തോഷത്തിൽ വർത്തിക്കാൻ പറ്റണം. വിപുലമായ ഒരു അനുഭവത്താൽ സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വസ്തുത. അപ്പോൾ നിരവധി പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ അവരുടെ അനുഭവങ്ങളിലൂടെ ഒരു സംശയവുമില്ലാതെ തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ പഴമക്കാരുടെ
ജീവിതങ്ങളും നമ്മുടെ മുന്നേ കടന്നുപോയ പല ആളുകളുടെ ജീവിതങ്ങളും വിജയിച്ച ആളുകളുടെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ സാമ്പത്തികമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ചകളൊന്നും ഇല്ലെങ്കിലും അവരോട് വർത്തമാനം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകളിൽ ആ സന്തോഷത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളെ കപടതയില്ലാതെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെ ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ സംശയലേശമന്യേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പഴമക്കാർ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം പരിപൂർണ പരാജയം സമ്മതിക്കാത്തിടത്തോളം സ്ഥായിയായ കരുത്ത് നമുക്ക് കണ്ടെത്താനാവില്ല എന്ന തത്വമാണ് നമ്മുടെ കൂട്ടായ്മയുടെ തായ്വേരം. ഏറ്റവും പ്രധാനമായിട്ട് പരിപൂർണമായ പരാജയം നമ്മൾ സമ്മതിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പരിപൂർണമായ പരാജയം സമ്മതിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. എന്തിനാണ് നമ്മൾ പരിപൂർണമായ പരാജയം? നമ്മളെ കഴിവില്ല എന്ന് പറഞ്ഞിട്ടല്ല, പൂർണ്ണമായിട്ട് നമ്മൾ കഴിവ് കെട്ടവനാണ് എന്ന് പറയുന്ന നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യം എന്തറിയോ, ഈ പരിപൂർണ പരാജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ എന്തൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാൻ മറ്റുള്ളവരെ പോലെ. അങ്ങനെയല്ല. മദ്യത്തിൻ്റെ മുന്നിലുള്ള പരിപൂർണമായ പരാജയമാണ്. നമുക്ക് മദ്യത്തിൻ്റെ മുന്നിൽ ബാക്കി പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാളൊക്കെ ഉയർന്ന രീതിയിൽ കാര്യങ്ങളെ നല്ല രീതിയിൽ എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ. മറ്റ് പല മേഖലകളിലും ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളാണ് നമ്മുടെ കൂട്ടായ്മയിൽ. അതൊന്നും ഒരിക്കലും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോയി ആകാനോ ഒന്നും നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടേതായ കഴിവ് അതില്ലാത്ത ഒരു വ്യക്തിയും ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ തേങ്ങ പൊളിക്കുന്ന ആൾ തൊട്ട് ഏറ്റവും അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ അവരവരുടെ മേഖലയിൽ ഏറ്റവും നമ്പർ 1 ആയിരിക്കും. കൽപ്പണി എടുക്കുന്ന ആളാണെങ്കിൽ ആ പണിയിൽ അയാൾ നമ്പർ 1 ആയിരിക്കും. കള്ള് ചെത്തുന്ന ആളാണെങ്കിൽ ആ കള്ള് ചെത്തുന്ന പ്രവൃത്തിയിൽ അയാൾ നമ്പർ 1 ആയിരിക്കും. അങ്ങനെ ഏതൊക്കെ പ്രവൃത്തിയാണോ നമ്മൾ ഏർപ്പെടുന്നത് അതൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് പരിപൂർണമായ പരാജയമുണ്ട്, അത് മദ്യത്തിൻ്റെ മുന്നിലാണ്. അത് നമ്മൾ സമ്മതിക്കാത്തിടത്തോളം കാരണം നമുക്ക് സ്ഥായിയായ കരുത്ത് കണ്ടെത്താൻ പറ്റില്ല. എന്തിനാണ് സ്ഥായിയായ കരുത്ത് നമുക്ക് വേണ്ടത്? ആ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ ആ രീതിയിൽ കൊണ്ടുപോയതാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമാക്കിയതാണ്. അതിൽ നിന്ന് മോചനം നേടണം, എനിക്ക് ആദ്യത്തെ പെഗ് മാറ്റി വെക്കണം. അതിനുള്ള സ്ഥായിയായ കരുത്താണ്. ഞാൻ എന്ത് വന്നാലും, എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഈ മദ്യം തൊടില്ല എന്ന്, എൻ്റെ മദ്യക്കുപ്പി കയ്യിലെടുക്കില്ല, മദ്യ ഗ്ലാസ് ഞാൻ തൊടില്ല എന്ന ആ കരുത്ത്, അത് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് പരാജയമാണ് എന്ന് സമ്മതിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയുടെ തായ്വേര് കടുത്ത് ആ രീതിയിൽ പടർന്നു കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള ചില്ലകളും ശിഖരങ്ങളൊക്കെ പടർന്നു വരുള്ളൂ. ആ തായ്വേര് നമ്മൾ ഉറപ്പിക്കണം. മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനരാണ്, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി, എൻ്റെ ജീവിതം അനിയന്ത്രിതമാണ്, മദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്. ആ ഒരു ഉറപ്പിക്കലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത്. മദ്യമില്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റുമെന്ന ആ ഒരു ഉറപ്പിക്കൽ നമ്മുടെ തായ്വേരായി വരികയും ബാക്കി ഉണ്ടാകുന്ന ശിഖരങ്ങളും അതിനുശേഷം അതിലുണ്ടാകുന്ന ചില്ലകളും ഇലകളും കായകളൊക്കെ നല്ല രീതിയിലായിരിക്കും. തായ്വേര് കനത്ത അടിയിലേക്ക് പടർന്നു കടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വളരെ ആരോഗ്യപരമായിട്ട് വളരും. മദ്യമില്ലാതെ ആയിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നമുക്ക് പറ്റും എന്നുള്ള കാര്യമാണ്. അതുതന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിൽ മദ്യരഹിതമായിട്ട് മുന്നോട്ട് പോകുന്ന പഴമക്കാർ അനുവർത്തിച്ചു വന്ന നയം എന്നുള്ളതാണ്. ഇതിലൂന്നിയാണ് നമ്മുടെ മുഴുവൻ സമൂഹവും വളർന്നതും പൂവിട്ടതും. ഇത്രയും കാലം ഈ ഒരു 1935 തൊട്ട് നമ്മളുടെ ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് 2022 എത്തുമ്പോൾ നമ്മുടെ സമൂഹം വളർന്നതും പൂവിട്ടതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഒന്നാമത്തെ പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വന്നത്. മദ്യത്തിന് മുന്നിലുണ്ടായിരുന്ന ശക്തിഹീനതയും നമ്മുടെ ജീവിതം അനിയന്ത്രിതമാക്കിയ ആ മദ്യം ഇനി എന്ത് തന്നെ വന്നാലും, എന്ത് സാഹചര്യം വന്നാലും ആ മദ്യം ഞാൻ തൊടില്ല എന്ന് പറയുന്ന കാര്യത്തെ ഉറപ്പിക്കൽ തന്നെയാണ്. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ആ ഒരു ഉറപ്പിക്കലാണ് നമ്മുടെ കരുത്ത്. എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് എൻ്റെ തിരിച്ചറിവും അതിനോടുള്ള എൻ്റെ പ്രതികരണവും തന്നെയാണ് എൻ്റെ കരുത്തായിട്ട് മാറുന്നത്. അവിടെ പരാജയം അംഗീകരിക്കാൻ ആദ്യം നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മിൽ ഭൂരിഭാഗം പേരും പ്രതിഷേധിച്ചു. നമ്മൾ കണ്ട പോലെ നമ്മുടെ ആ ഡിനേൽ സ്വഭാവം തന്നെയാണ് നമ്മളോട് പരാജയം സമ്മതിക്കണം. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എന്ന് പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടൊന്നും ആദ്യം സമയത്ത് ഉള്ളിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ പുറമേയൊക്കെ നമ്മളത് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടാവും അതിനോട്. അത് കുറേ മുന്നേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രകൃതിദത്തമായ ജന്മവാസനയുടെ ഫലം തന്നെയാണത് എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് ഞങ്ങളെ സമീപിച്ചപ്പോൾ ആത്മവിശ്വാസം പഠിപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഒട്ടും നല്ലതല്ല എന്നും സത്യത്തിൽ അതൊരു പരിപൂർണ ബാധ്യതയാണ് എന്നുമാണ്.
അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ മദ്യം കുടിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ആത്മവിശ്വാസം തരും. ഇനി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നീ വളരെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്, യു ക്യാൻ, നിനക്ക് സാധിക്കും, നീ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്ന പല ഫിലിമുകളും നമ്മളിപ്പോൾ അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ ഒരു രീതിയിൽ നീ ഭയങ്കരനാണ് എന്ന രീതിയിൽ ഒരു മനുഷ്യനോട് പറഞ്ഞ് അവനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മദ്യത്തിനെ ജയിക്കാൻ പറ്റും എന്ന രീതിയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മ പറയുന്നത് എന്താ? മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഒട്ടും നല്ലതല്ല. നമുക്കറിയാം നമ്മുടെ ജീവിതം, ഈ സ്വന്തം ഇച്ഛയിൽ നയിക്കപ്പെട്ട ആ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്നത് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്നു, നമ്മൾ ആ മദ്യത്തിലേക്ക് എത്തും. അപ്പം മദ്യം ഒരിക്കലും നമുക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് അംഗീകരിക്കലാണ്. മദ്യത്തിന് മുന്നിലോ, മദ്യത്തിനെ ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ കുടിക്കില്ല എന്ന ആത്മവിശ്വാസം കുടിയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലതല്ല എന്ന് ഞാൻ തിരിച്ചറിയാണ്. മദ്യം അത് ഒരു പരിപൂർണ ബാധ്യതയാണ്. കാരണം ഈ ഒരു സാധനം എൻ്റെ മരണം വരെ എൻ്റെ ഉള്ളിൽ ഈ ഒരു രോഗമുണ്ടായിരിക്കുമെന്ന ആ ഒരു തിരിച്ചറിവ് മനുഷ്യൻ്റെ എത്ര തന്നെ ഇച്ഛാശക്തി കൊണ്ടും തകർക്കാനാകാത്ത അതിസൂക്ഷ്മമായ ഒരു മാനസിക ഒഴിയാബാധയുടെ ഇരകളാണ് ഞങ്ങളെന്ന് നമ്മുടെ സ്പോൺസർമാർ പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഇച്ഛാശക്തി, ഞാനത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇച്ഛാശക്തി ഉണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ഇന്ന് കാണുന്ന പല കണ്ടുപിടുത്തങ്ങളുടെയും പുറകിലുള്ളത്. ഈ പറയുന്ന പ്രകൃതിദത്തമായ ജന്മവാസന തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇച്ഛാശക്തി മദ്യത്തിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ തകർക്കാനാകാത്ത അതിസൂക്ഷ്മമായ ഒരു മാനസിക ഒഴിയാബാധയാണ് ഇത്. ഏതൊക്കെ തരത്തിൽ എപ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് കയറി വരിക എന്ന് അറിയില്ല എന്ന് നമ്മളുടെ അനുഭവങ്ങളും ഇതിനു മുന്നേ കൂട്ടായ്മയിൽ കടന്നുപോയ നിരവധി പേരുടെ അനുഭവങ്ങൾ കൂടെ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു തരത്തിലും ഈ ഒരു രോഗം നമ്മിൽ നിന്ന് വിട്ടുപോകില്ല. എപ്പോൾ വേണം, ഞങ്ങളിത് ജയിച്ചു, എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എനിക്ക് മദ്യത്തെ മറികടക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴായിട്ടുള്ള മുൻ അനുഭവങ്ങൾ ഇത് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാത്തതല്ലോ മദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ വീണ്ടും നമ്മൾ പോയിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അനുഭവങ്ങൾ. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തിയിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. പരസഹായമില്ലാതെ ഇച്ഛയാൽ പ്രേരണകളെ വ്യക്തിപരമായി കീഴടക്കാമെന്നൊരു സംഗതി ഇല്ലെന്നാണ് അവർ പറയുന്നത്. സ്പോൺസർമാർ പറയുന്നൊരു കാര്യം, മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ആ മദ്യത്തിനെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് കീഴടക്കാൻ പറ്റുന്ന സംഗതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏയിൽ വന്നിട്ടുള്ള അന്നത്തെ കാലത്തെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മാർഗങ്ങളും 10ഉം 20ഉം ചികിത്സാലയങ്ങളിലൊക്കെ കയറി ഡോക്ടർമാരും മറ്റുള്ള ആളുകളൊക്കെ വിധി എഴുതി, ഇവൻ മരിക്കും, ഇവൻ കുടിച്ച് മരിക്കാനാണ് ഇവൻ്റെ വിധി, ഇവൻ ഒരു തരത്തിലും രക്ഷപ്പെടില്ല, ഇവൻ എന്തിൻ്റെ ഒരു കുറവാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ്, നമ്മുടെ മഹത്തായ കൂട്ടായ്മ വരികയും അവിടെ വൈദ്യശാസ്ത്രത്തെയും മറ്റ് മതത്തിൻ്റെ മറ്റ് പല നല്ല കാഴ്ചപ്പാടുകളെയൊക്കെ എടുത്ത് പുതിയൊരു നവീനമായ പാത വെട്ടിത്തുറക്കുകയാണ്. അവിടെ ഒറ്റയ്ക്ക് സാധിക്കാത്ത സംഗതി മറ്റുള്ളവരുടെ കൂടെ ഞങ്ങൾ എന്ന് പറയുന്ന ഒന്നാം പടിയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ മദ്യപിക്കാൻ വരുന്ന പ്രേരണയെ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ വേറൊരു രക്ഷയും നമ്മുടെ മുന്നിലില്ല എന്നത്, രക്ഷയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവിടെ നമ്മൾ തർക്കിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം പടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇനി നമ്മളറിഞ്ഞ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ട് തന്നെയാണ് അവരവർക്കുള്ള പാത അവരവർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. നമ്മൾ തന്നെയാണ് ആ പാത വെട്ടിത്തെളിച്ച് മുന്നിലുള്ള കാട് പടലങ്ങളെയൊക്കെ തന്നെ വെട്ടി നീക്കി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മറ്റുള്ളവരൊരിക്കലും ആ രീതിയിൽ വരണമെന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഇതാണ് സ്പോൺസർമാർ അവരുടെ അനുഭവങ്ങൾ കൊണ്ട് കണ്ടെത്തിയിട്ടുള്ളത്, ആ ഇച്ഛാശക്തി കൊണ്ട് ഒരിക്കലും കഴിയില്ല. നമുക്ക് മദ്യപിക്കാനുള്ള പ്രേരണയെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളാൽ മാത്രമാണ് സാധിക്കുക. അപ്പം ചില ആൾക്കാർ പറയും എനിക്കത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് വിടാനാണ് പറയുന്നത്. നമ്മുടെ ദുർഗ്രാവസ്ഥയെ വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഗഹനമാക്കിക്കൊണ്ട് മദ്യത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെ പറ്റി നമ്മുടെ സ്പോൺസർമാർ പറഞ്ഞത് അതൊരു അലർജിയാണെന്നാണ്.
നമുക്കറിയാം മറ്റുള്ള ആളുകളൊക്കെ മദ്യപിക്കുമ്പോൾ നമുക്ക് മാത്രം ഈ ഒരു അലർജി ഉണ്ടായതുകൊണ്ടാണ് മദ്യത്തിനെ നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റാതെ നമ്മുടെ ശരീരം അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതിയാവില്ല എന്ന തോന്നൽ നമുക്കുണ്ടാവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിരോധം നമുക്ക് നശിച്ചു പോകുന്നതും ഈ ഒരു അലർജി രോഗമായിട്ട് മദ്യം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതുകൊണ്ടാണ്. മദ്യം എന്ന ഏകാധിപതി നമ്മൾക്ക് മുകളിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഏകാധിപതിയെ പോലെയാണ് മദ്യം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ആ അലർജി ഉള്ളത് പൂർണ്ണമായിട്ട് മദ്യമാണ് പിന്നീട് നമ്മളെ നിയന്ത്രിക്കുക. നമ്മുടെ ഇച്ഛ വർക്ക് ചെയ്യുന്നില്ല, അടുത്ത പെഗ്ഗിൽ നിർത്താമെന്ന കാര്യം നടക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ആളുകളോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നറിയില്ല. മദ്യമാണ് പിന്നീട് നമ്മളെ ഭരിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞു പോയ കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നില്ല, നമ്മൾ ആരൊക്കെ തെറി പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ പെരുമാറി എന്നുള്ളതിന്. കാരണം മദ്യം നമ്മുടെ മുന്നിൽ ഏകാധിപതിയായിട്ട് മദ്യത്തിൻ്റെ തീരുമാനമാണ് പിന്നീട് നമ്മുടെ പ്രവർത്തികളൊക്കെ. ഇരുതല മാർച്ചയുള്ള വാളാണ്, അത് എങ്ങനെ തൊട്ട് കഴിഞ്ഞാലും കേടാണ് എല്ലാവർക്കും, സമൂഹത്തിനും നമുക്കും ഒക്കെ. കാരണം നമ്മൾ ചെയ്ത് കൂട്ടിയ അബദ്ധങ്ങൾ പിന്നീട് മദ്യമില്ലാത്ത സമയത്താണ് നമ്മൾ അറിയുന്നത്. ഇരുതല മൂർച്ചയുള്ള വാള് പോലെ നമ്മുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്കും ചുറ്റുമുള്ളവർക്കും എല്ലാം തന്നെ മുറിവുണ്ടാക്കുന്ന രീതിയിൽ ഈ മദ്യം ഏകാധിപതിയായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. തുടർച്ചയായി മദ്യപിച്ചു കൊണ്ടേയിരിക്കുക എന്ന ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിട്ട അബോധമായ പ്രേരണയാൽ ആദ്യവും പ്രസ്തുത പ്രക്രിയയിൽ ആത്യന്തികമായി ഞങ്ങൾ സ്വയം നശിപ്പിക്കപ്പെടുമെന്നുറപ്പാക്കിയ ശരീരത്തിൻ്റെ അലർജിയാൽ പിന്നീടും ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ശപിക്കപ്പെട്ട അവസ്ഥ നമുക്ക് തന്നെ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട്, എന്താണിത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ മദ്യത്തിലേക്ക് പോകുന്നത്, എനിക്കറിയാം, നശിച്ച കുടി എന്ന് നമ്മൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് എന്തോ ഒരു അബോധമായ പ്രേരണ, നമ്മൾ പറയും എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ഞാൻ ആ പെഗ് ഇങ്ങനെ എടുത്ത് കുടിക്കാൻ എനിക്ക് തോന്നിയത്, ഞാൻ ആ വഴി പോകുമ്പോൾ ആ ബാറിലേക്കൊന്ന് കയറി അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്ത് ആ ഗ്ലാസ് എടുത്ത് ഞാൻ കുടിച്ചു, അതെന്തോ ഉള്ളിൽ നിന്നുള്ള, എനിക്ക് അങ്ങനെയൊന്നും അല്ലെങ്കിൽ അതിന് മുന്നേ അത്തരം ഒരു വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ട കഥകളിലൊക്കെ പറയുന്ന പോലെ തന്നെ അബോധമായ പ്രേരണയാണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നീട് ഈ ഒരു പ്രക്രിയ നമ്മൾ സ്വയം നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പാക്കിയ ശരീരത്തിൻ്റെ അലർജി, ശരീരത്തിനെ സംബന്ധിച്ചോളം പിന്നീട് മദ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വീണ് പോകും, കുറച്ച് മദ്യം നിന്നാലാണ് എനിക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റുക. വിറയ്ക്കുന്ന കരങ്ങളുമായിട്ട് നമ്മുടെ രാവിലെ എടുത്ത് കുടിക്കാറുണ്ട്, മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്യമില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന രീതിയിൽ ശരീരം പിന്നീട് ആവശ്യപ്പെടും. അതിൻ്റെ ഭാഗമാണ് അലൂസിനേഷൻ ഉണ്ടാവും, ഇല്ലാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്ന ശരീരത്തിൻ്റെ അലർജി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും മദ്യപിച്ചു കൊണ്ടേയിരിക്കും, വേറൊരു രക്ഷയില്ല, അടിച്ചു വീഴ്ത്തപ്പെടുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചവർ വളരെ ചുരുക്കമാണ്. അവിടെ കണ്ടില്ലേ, ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചവരൊക്കെ ഉണ്ട്, പക്ഷെ ചുരുക്കമാണ് അവരുടെ സംഖ്യ. ആൽക്കഹോളിക്സ് അനോണിമസ് ഒന്നിനും വിധിക്കുന്നൊന്നുമില്ല, ഈ സാധനം ഇങ്ങനെ തന്നെ ആവണമെന്നല്ല പറയുന്ന. അനുഭവങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണോ, ഇഷ്ടമുണ്ടെങ്കിൽ ഈ മാർഗം സ്വീകരിക്കാം. ഒറ്റയ്ക്ക് പോരാടിയിട്ട് പരാജയപ്പെട്ട ആളുകളുടെ എണ്ണമാണ് കൂടുതൽ, എന്നാൽ വിജയിച്ചവരുമുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ശക്തി സ്രോതസ്സുകളാൽ മദ്യപാനികൾ വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നത് സ്ഥിതി വിവരപരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച ആളുകളുടെ കണക്ക് വളരെ ചുരുക്കമാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ആ ഇച്ഛ കൊണ്ട് ജയിച്ച ആളുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ അങ്ങനെയൊക്കെ പോയ ആളുകൾ ഈ കൂട്ടായ്മയുടെ തുടക്കത്തിലും അല്ലെങ്കിൽ ഇപ്പോഴും നമുക്കറിയാം, എനിക്ക് ഈ കൂട്ടായ്മയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ പലപ്പോഴായിട്ട് മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ അതിനും നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം ഈ പറയുന്ന കൂട്ടായ്മയുടെ മീറ്റിങ്ങുകളൊന്നും പങ്കെടുക്കാതെ സോവറായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ ഈ സ്ഥിതി മൊത്തത്തിൽ ഒരു 1000 പേരുടെ കണക്കെടുക്കുമ്പോൾ അത്തരം പേര് ചുരുങ്ങിയ എണ്ണമായിട്ട് ഒരു എണ്ണം 2 എണ്ണം എന്ന രീതിയിൽ നിൽക്കുകയും ബാക്കിയുള്ള 998 പേരും മദ്യത്തിലേക്ക്, സ്വന്തം ഇച്ഛ വിജയിക്കാതെ വീണ്ടും മദ്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മനുഷ്യൻ ആദ്യമായി മുന്തിരിങ്ങ വാറ്റിയ നാൾ മുതൽ ഇത് വ്യക്തമായും ശരിയാണ് താനും. ആദ്യമായിട്ട് ആ വാറ്റ് അല്ലെങ്കിൽ മുന്തിരിങ്ങ വാറ്റി മദ്യമുണ്ടാക്കുന്ന കാലം തൊട്ട് തന്നെയുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് 1939 പുസ്തകങ്ങളിൽ വന്ന കാര്യത്തെ നമ്മളുടെ ബില്ലിൻ്റെ കഥയാണെങ്കിലും ഫ്രെഡിൻ്റെ കഥയും ജിമ്മിൻ്റെ കഥയും ഒക്കെ അതിലെ പല സംഭവങ്ങളും 2022 അമേരിക്കയിലുണ്ടായ അതേ സംഭവങ്ങൾ കേരളത്തിലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതവുമായി തെറ്റിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നും കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന മറ്റാളുകളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ഈ കള്ള് കണ്ടെത്തിയ നാൾ തൊട്ട് ഇന്ന് വരെയും ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ കൂട്ടായിട്ട് മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലൂടെ തന്നെയാണ്
പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബലം കിട്ടുന്നത് കണ്ടിട്ടില്ല. അല്ലാത്ത ആളുകളിൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒപ്പം കൂട്ടായി നിന്ന് പോവുകയാണ്. കാരണം സ്വന്തം ഇച്ഛയൊക്കെ കുറേ നോക്കി ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവിടെ സമ്പൂർണ്ണമായ പരാജയം സമ്മതിക്കാനും കൂട്ടായ്മയുടെ അംഗീകരിക്കാനും ഒക്കെ തയ്യാറാവുമ്പോൾ തന്നെയാണ് രോഗവിമുക്തിയിലേക്കുള്ള ചുവടുവെപ്പ് നമ്മൾ നടത്തുന്നതെന്നുള്ളതാണ്. എയുടെ തുടക്കത്തിൽ ഈ കൈപ്പേറിയ സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആശയറ്റ കക്ഷികൾക്കല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങിയ കാലങ്ങളിലൊക്കെ എല്ലാ രീതിയിലും നഷ്ടപ്പെട്ടു പോയ ആശയറ്റ, ഇനി എനിക്ക് മുന്നോട്ട് പറ്റില്ല, മരിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അന്നത്തെ ആദ്യകാല അംഗങ്ങൾ, BW ആണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ആളുകളായിരുന്നു. അവർ മനസ്സിലാക്കും, കാരണം ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മദ്യപിക്കാതിരുന്നാൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് തുടക്കത്തിൽ ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തിരുന്നത്. സത്യത്തിൽ അവരെത്രമാത്രം ആശയറ്റവരാണ് എന്ന് തിരിച്ചറിയുന്നതിൽ അന്ത്യശ്വാസം വലിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ മരിക്കുന്ന മുന്നേ മദ്യം കഴിച്ച് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് പോലും നമ്മൾ ആശയറ്റത് ആളാണെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും മരിച്ചു പോകും. പല ആളുകളും അങ്ങനെയാണ് മരിച്ചു പോകുന്നത്. അടി തട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അടി തട്ടുന്ന ചില ആളുകൾ അടി തട്ടാൻ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പടമായിട്ട് ചുമരി കയറുക എന്നുള്ള അവസ്ഥയാണ് മറ്റുള്ളവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ മുങ്ങുന്നവൻ കച്ചി തുരുമ്പെന്ന വണ്ണം ആവേശത്തോടു കൂടി അയയുടെ തത്വങ്ങൾ മുറുകെ പിടിച്ചവർ എല്ലായ്പ്പോഴും സുഖപ്പെട്ടു. അവിടെയാണ് മുങ്ങുന്നവൻ കച്ചി തുരുമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ മുങ്ങിത്താഴാൻ പോകുമ്പോൾ വൈക്കോലിൻ്റെ ഒരു തുമ്പാണെങ്കിൽ പോലും ആവേശത്തോടു കൂടി എയുടെ തത്വങ്ങളിൽ മുറുകെ പിടിച്ചവൻ എനിക്ക് മുന്നോട്ട് പോകണം, എൻ്റെ ജീവിതത്തെ വളരെ നന്നായിട്ട് നടത്തണം, മദ്യമില്ലാതെ മറ്റു കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മദ്യം കഴിക്കാതെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് പറയുന്നവൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളിൽ മുറുകെ പിടിച്ചവർ എല്ലായ്പ്പോഴും സുഖപ്പെട്ടു. അങ്ങനെ തന്നെയാണ് നമ്മുടെ കൂട്ടായ്മ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ ആശയറ്റവരുടെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരുന്നത്. അവിടെ നമ്മുടെ അനുഭവങ്ങൾ ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അനുഭവങ്ങളിൽ തുടക്കത്തിൽ 1-ാമത്തെ പതിപ്പ് പുറത്തിറങ്ങിയ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ അനുഭവങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊരു കാര്യം, ആശയറ്റ രീതിയിൽ ഇനി ഞങ്ങൾക്ക് മദ്യമില്ലാതെ മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു, മദ്യപിച്ച് മരിക്കുകയല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ അവർ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങൾ, മുങ്ങാൻ പോകുന്നവൻ കച്ചി തുരുമ്പെന്ന പോലെ എന്നാണ് പറയുന്നത്, ആ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളിൽ മുറുകെ പിടിച്ച ആളുകൾ സുഖപ്പെട്ടു. അവരുടെ അനുഭവങ്ങളായിരുന്നു ആ പുസ്തകങ്ങളിൽ കൊണ്ടുപോയതെന്നുള്ളതാണ്. അപ്പം നമ്മുടെ നിസ്സഹായത അംഗീകരിക്കാത്തതിനാൽ പല ആളുകൾക്കും ആശയറ്റ് പോകാത്ത അനേകം ആളുകളുണ്ടായിരുന്നു. കാരണം അവർക്ക് വീടുണ്ട്, ഭാര്യയുണ്ട്, മറ്റുള്ള സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കടങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് മദ്യം ഒരു പ്രശ്നമൊക്കെ തന്നെയാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ അമിതമായിട്ടാണ് മദ്യപിക്കുക എന്നൊക്കെ അറിയുമെങ്കിലും എനിക്ക് വലിയ മറ്റുള്ളവരുടെ പോലെ ഞാൻ നഷ്ടം സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രായമേ ഉള്ളൂ, ഞാൻ എന്തിനാ ഇപ്പോൾ തന്നെ ഒരു കൂട്ടായ്മയിൽ വരുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർക്ക് ഈ ഒരു കാര്യം മദ്യത്തിൻ്റെ മുന്നിൽ ദുർബലതയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളെ, കാരണം ഈ ഒരു പൂർണ്ണമായിട്ട് 1-ാമത്തെ പടി അംഗീകരിച്ചാൽ മാത്രമാണ് പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മരണമാണ്. ഇത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള കളിയാണ് പറയുന്നത് എന്നുള്ളതാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിന് മാറ്റം വന്നു എന്ന് രേഖപ്പെടുത്തുന്നത് അതിയായ സംതൃപ്തിയുള്ള കാര്യമാണ്. കാരണം പിന്നീടുള്ള ഏടെ വളർച്ചയുടെ ഘട്ടത്തിൽ ആരോഗ്യവും കുടുംബവും ജോലിയും കാർ ഷെഡിൽ 2 കാറുകളുമുള്ള മദ്യപാനികൾ തങ്ങളുടെ മദ്യപാനാസക്തി തിരിച്ചറിഞ്ഞു തുടങ്ങി. പിന്നീട് ഈ ഒരു അനുഭവങ്ങളൊക്കെ, മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങൾ കേട്ട് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ എനിക്ക് എന്തിനാണ് മറ്റുള്ള ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്തിനാണ് അത്തരം ഒരു ആശയറ്റവനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നശിക്കുന്നത് ഇവരെ കാത്തു നിൽക്കുന്നത്? എനിക്ക് ലിവർ സിറോസിസ് വരുന്നവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ലിവർ സിറോസിസ് വന്ന ഒരാളുടെ അനുഭവത്തെ മനസ്സിലാക്കിയിട്ട് ആ കാര്യം വരുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം മദ്യമാണ് എന്ന തിരിച്ചറിവ്. ഒപ്പം കുടുംബം വിട്ടുപോയിട്ടില്ലെങ്കിൽ, കുടുംബത്തെ പോകുന്ന രീതിയിൽ ഞാൻ മദ്യപിച്ച് എൻ്റെ കുടുംബം പോയാലേ കൂട്ടായ്മയിലേക്ക് വരൂ എന്ന് പറയേണ്ട കാര്യമില്ല. കാർ ഷെഡിൽ 2 കാറുള്ള മദ്യപാനികളാണ്. കാരണം എല്ലാ തരത്തിലും ഒന്നുമില്ല, കുടുംബം പോയിട്ടില്ല, നല്ല ആരോഗ്യമുണ്ട്, അവരും
അവർക്കറിയാം മദ്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ് എന്ന് അവർ അംഗീകരിക്കുമ്പോൾ മറ്റുള്ള ആശയറ്റ മറ്റാളുകളെ കാണുമ്പോൾ അവരെ പോലെ ഞങ്ങൾ ആകേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടായ്മയുടെ നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് ഈ രീതിയിൽ അടിതട്ടിയവർക്ക് മാത്രമൊന്നുമല്ല. അടിതട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. പലരും പറയുന്നുണ്ട് അവൻ അടി തട്ടിയിട്ടില്ല. അങ്ങനെ വിധിക്കാനൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് ആരോടും പറയുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തുടക്കം കഴിഞ്ഞ് കംസ് ഓഫ് ഏജിൽ കൃത്യമായിട്ട് അയാളുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആരാ വിധിക്കാൻ? നമ്മളെ ലോകം വിധിച്ചതാ. നമുക്ക് എന്ത് യോഗ്യതയാണ് വിധിക്കാനുള്ളത് മറ്റുള്ളവരെ? അപ്പോൾ ഒരാളെ അവൻ രക്ഷപ്പെടുന്നില്ല, അവൻ വീണ്ടും കുടിച്ചു, എങ്ങനെ അവനൊന്നും അടി തട്ടിയിട്ടില്ല, എന്ത് തരത്തിലുള്ള പ്രസ്താവനയാണ്? അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ പരിശോധിക്കണം. നമുക്കത് പറയാനുള്ള അർഹത ഉണ്ടോ? ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ തുടക്കകാലത്ത് തന്നെ ഈ രീതിയിൽ മറ്റുള്ളവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെ കൊണ്ട് അവനവിടെ നമ്മൾ ആ രീതിയിൽ പറയുന്ന ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാതെ ഇത്തരം കമൻറ്റുകൾ പാസ്സാക്കാതെ നമുക്ക് മാറിയിരിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ അവനെ വിധിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ ഈ തുടക്കകാലങ്ങളിലൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അംഗമാവാൻ വരാൻ തുടങ്ങി. അവർക്ക് വീട്ടിൽ കാറുണ്ട്, ആരോഗ്യമുണ്ട്. അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആശയറ്റ ആളുകളെ പോലെ ഞങ്ങളുടെ എല്ലാം നശിച്ചു പോകും. ഇപ്പോൾ കുടുംബം വിട്ടു പോയിട്ടില്ല, ഞങ്ങളൊപ്പം കുടുംബമുണ്ട് എന്ന ആ തിരിച്ചറിവ്. അപ്പോൾ അത് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ മുന്നിലെ ശക്തിഹീനത ഒന്നാമത്തെ പടി അംഗീകരിക്കണം. അതിന് കൂട്ടായ്മയെ അംഗീകരിക്കണം. ഒറ്റയ്ക്ക് ഇത് സാധ്യമല്ല, എൻ്റെ ഇച്ഛയിൽ നയിക്കപ്പെടുന്ന ജീവിതം വ്യർത്ഥമാണ് എന്ന തിരിച്ചറിവ് കൂട്ടായ്മയിലൂടെ. ഒറ്റയ്ക്ക് സാധ്യമാവാത്തത്, എൻ്റെ ജീവിതം തകർത്ത ഏകാധിപതിയായ മദ്യത്തെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളിലൂടെ ഞാൻ മറികടക്കുമെന്ന ഉറച്ച വിശ്വാസം. ആ രീതിയിൽ അടിതട്ടാത്ത ആളുകൾക്കും പ്രോഗ്രാം പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ശക്തരായ കുടിയിലേക്ക് എത്താത്ത ചെറുപ്പക്കാർ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമായി. അപ്പോൾ ആ രീതിയിൽ കുടിച്ചിരിക്കണം, എത്ര അളവിൽ കുടിച്ചിരിക്കണം, ഏത് മെമ്പർഷിപ്പിനുള്ള യോഗ്യതയൊന്നും കുടിയുടെ അളവ് നോക്കിയിട്ടോ ഞാൻ 10 വർഷം കുടിച്ചു, ഓനൊക്കെ 1 വർഷം കുടിച്ചിട്ടുള്ളൂ, അതൊന്നുമില്ല. പലപ്പോഴും അത്തരം പ്രയോഗങ്ങളും ഏൽ പറയാറുണ്ട്. അതൊന്നും തന്നെ ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ അന്ന് കാലത്ത് തന്നെ കൂടുതൽ ചെറുപ്പക്കാർ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരാൻ തുടങ്ങി. കഴിഞ്ഞ 10-15 വർഷം ഞങ്ങൾ അനുഭവിച്ച നരകയാതനകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മഹത്വം. മറ്റുള്ള ആളുകൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അവർ അനുഭവിക്കരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും ഒക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിന് സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് മുന്നേ തന്നെ അവർക്ക് ഈ ഒരു അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഞാൻ ഇതേപോലെ ആയില്ല, താങ്ക് ഗോഡ്, എനിക്കെന്തായാലും കൂട്ടായ്മയിൽ വന്നു, ഇനി എനിക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാമെന്ന ചിന്ത. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു അന്നത്തെ പരമക്കാർ പറയുകയാണ്, അവർ എത്രയോ വർഷക്കാലം കുടിച്ച് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് കൂട്ടായ്മയിലെത്തുന്നത്. ആ രീതിയിലാണ് തത്വങ്ങളിലൂടെ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ കാണിക്കുന്ന ആ വടി വെളിച്ചത്തിൽ പിന്നെ വരുന്ന പുതുമക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർ കൂട്ടായ്മയിൽ വരികയും ജീവിതം നല്ല രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായി മാറി എന്ന അംഗീകാരം. എൻ്റെ ജീവിതം എനിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിച്ച പോലെയൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു കാര്യത്തെ നമ്മളെ ഉള്ളിൽ അംഗീകരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ പടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കരുതുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഒന്നാമത്തെ പടിയിൽ പ്രവേശിക്കാനാവുന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തകർന്നു വീഴുന്ന താഴ്ചയുടെ അത്രയും മറ്റുള്ളവർ വീഴേണ്ടതില്ലെന്ന വസ്തുത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് നമ്മളെപ്പോലെ മറ്റുള്ളവർ ആവേണ്ട, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ, ഇന്നിത് ചെയ്തിരുന്നെങ്കിൽ. ഒരു കാര്യമില്ല, കഴിഞ്ഞു പോയതൊക്കെ ഹിസ്റ്ററിയാണ്. അതിന് ആ ഹിസ്റ്ററിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഹിസ്റ്ററി കൊണ്ടൊരു ഗുണമുണ്ട്. എന്താ? പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അത്തരം ഒരു ഹിസ്റ്ററിയിലുണ്ടായ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പോകുന്ന ആ വീഴ്ചയുടെ അത്രയും തന്നെ മറ്റുള്ളവർ വീഴേണ്ട എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ അവന് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയായിരുന്നു, അപ്പോൾ നിനക്ക് അത്തരം രീതിയിലേക്ക് നീ വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മദ്യപാന ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പരിപൂർണ നിയന്ത്രണം വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ മദ്യാസക്തി വെറുമൊരു സ്വഭാവമായിരുന്നില്ല എന്നും മാരകമായൊരവസ്ഥയുടെ ആരംഭമാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവ് നമുക്ക് തെളിയിക്കാനാവും. നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മദ്യപാന ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ തുടക്കത്തിലൊന്നും അങ്ങനെ നിയന്ത്രണം വിട്ട് കുടിച്ചിരുന്ന ആളുകളായിരുന്നില്ല. പക്ഷേ കുടിക്കുമ്പോഴൊക്കെ തന്നെ മറ്റുള്ളവരെ പോലെയല്ല മദ്യം കുടിച്ചിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് വളർന്നുകൊണ്ടിരുന്ന രോഗമാണ്. അല്ലെങ്കിൽ അവസാന കാലത്ത് കുടിച്ച പോലെയല്ല നമ്മുടെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്ന മദ്യം നമ്മൾ കുടിച്ചിരുന്നത്.
അപ്പോൾ അത് ഒരു മാരകമായ അവസ്ഥയുടെ തുടക്കമായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ മദ്യം എന്ന് തൊട്ട് നമ്മൾ തുടങ്ങി, അതെങ്ങനെയാണ് വളർന്ന് വളർന്ന് വന്ന് അവസാനം മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ അനുഭവങ്ങളിലൂടെ, അനുഭവം ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതിലൂടെയാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിനെ സംശയിക്കുന്ന ആൾക്കാരോട് ആൽക്കഹോളിക്സ് അനോണിമസിന് പറയാനുള്ളത് എന്താ? ഒരു പക്ഷേ നിങ്ങൾ മദ്യപാനി ആയിരിക്കില്ല, അത് നിങ്ങളാ തീരുമാനിക്കേണ്ട മദ്യപാനിയാണോ അല്ലേ എന്നുള്ളത്. കുറച്ചുകൂടി നിയന്ത്രിതമായ മദ്യപാനത്തിന് ശ്രമിക്കാത്ത എന്താണ്? നമ്മളോട് ഇന്നലെ ബിഗ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിയന്ത്രിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെഗ് മാത്രം അടിച്ചിട്ട്, ഇന്നത്തെ ദിവസം ഒരു പെഗ് മാത്രം അടിച്ചിട്ട് അല്ലെങ്കിൽ 2 പെഗ് അടിച്ചിട്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രമിക്കാത്തത്? ഒരുപക്ഷേ മദ്യാസക്തിയെപ്പറ്റി ഞങ്ങൾ പറഞ്ഞത് മനസ്സിൽ ഓർമ്മിച്ചിരിക്കണം. ഇത്തരം മനോഭാവം പ്രായോഗികവും ആസന്നവുമായ ഫലങ്ങൾ ഉളവാക്കി. അപ്പോൾ മദ്യാസക്തിയെപ്പറ്റി പറഞ്ഞോ, അങ്ങനെ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല, 2 പെഗ് അടിച്ച് മദ്യത്തിൻ്റെ കുപ്പി അടച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മദ്യാസക്തനൊന്നുമല്ല. നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ നിങ്ങളിത് സമ്മതിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് പോകാൻ പറ്റും. അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുടക്കകാലത്ത് നമ്മളും കഴിച്ചിരുന്നത് വളരെ പരിമിതമായ അളവിലാണ്, പക്ഷേ കഴിക്കുന്ന അളവിൽ തന്നെ പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല എന്ന് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ കുടിച്ച പോലെയല്ല, തുടക്കത്തിലൊക്കെ അങ്ങനെ വരുന്നു, പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് മദ്യം പോരാ എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പരിപൂർണമായ നിയന്ത്രണം വിട്ടുപോകുന്നതിന് മുന്നേ മദ്യാസക്തി ഒരു സ്വഭാവമായിരുന്നില്ല, മാരകമായ അവസ്ഥയിലാണ് എന്ന് നമ്മൾ അവിടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ നിയന്ത്രിച്ച് മദ്യം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, 2 പെഗ്ഗിൽ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു മനോഭാവം പ്രായോഗികവും ആസന്നവുമായ ഫലങ്ങൾ ഉളവാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാണ്, മദ്യത്തിൻ്റെ മുന്നിൽ നമുക്ക് 2 പെഗ് അടിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിയന്ത്രണമായ മദ്യം, അല്ലെങ്കിൽ 2 ദിവസം കഴിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ട് അല്ല, എനിക്ക് നാളെയും മദ്യം വേണം, മദ്യം കഴിച്ചാലാണ് ഒരു സുഖമുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ മദ്യാസക്തനാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണ്. ഭാവിയിൽ ഈ പറയുന്ന തകർച്ചയുടെ ആഴങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഉറപ്പ് പറയുകയോ വിധിക്കുകയോ പ്രവചിക്കുകയോ ഒന്നും ഏടെ പരിപാടിയല്ല. ജ്യോത്സ്യ പരിപാടിയൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നില്ല. നീ ഇങ്ങനെ ഇപ്പോൾ 2 അടിച്ചിട്ട് ഇങ്ങനെ കൂടിയിട്ടുള്ള ഇതിങ്ങനെ കൂടും, എന്നിട്ട് നീ ഇങ്ങനെ ആയിത്തീരും എന്നൊന്നും നമുക്ക് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. അത് നിങ്ങൾക്ക് ശ്രമിക്കാം, നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. കുടിക്കുന്ന പുതിയ ആളുകളാണെങ്കിൽ അവർ തന്നെയാണ്, ഞങ്ങളൊരു മദ്യാസക്തനാണോ, എനിക്കിത് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുമോ, മദ്യം കൊണ്ടിരിക്കുകയോ വല്ല പ്രശ്നവും ഉണ്ടാവുമോ എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയുടെ മനസ്സിൽ തൻ്റെ ദുരിതത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം പതിപ്പിച്ചെടുക്കുമ്പോൾ അയാൾ പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആകില്ല. അവൻ സ്വയം പറയും, ഒരുപക്ഷെ ആ ഏകൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഇത്തരം ചില അനുഭവങ്ങൾക്ക് ശേഷം കടുത്ത വിഷമതകളുടെ ആരംഭത്തിനും വർഷങ്ങൾക്ക് മുൻപ് പരിപൂർണമായി ബോധ്യപ്പെട്ട അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സത്യത്തിൽ നമ്മിൽ ഏത് ഒരാളെപ്പോലെയും ആശയറ്റവനായി തീരുന്നു. ജോൺ ബാർലിക്കോണാണ് ഞങ്ങളുടെ മികച്ച വക്കീൽ. അവിടെ ഒരു പ്രയോഗമായിട്ട് പ്രാചീന കാലം മുതൽ ഇംഗ്ലണ്ട് ബാർലിയിൽ നിന്ന് മാറ്റിയെടുക്കുന്ന മദ്യത്തിനെ സൂചിപ്പിക്കുന്നൊരു പേരാണ് ബാർലിക്കോൺ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളാണ്, നമ്മളെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മളുടെ തുടക്കകാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളിൽ മദ്യം ഒരു വലിയ പ്രവർത്തനമൊന്നും തുടക്കകാലത്തുണ്ടായിരുന്ന മദ്യപാന ചരിത്ര കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ വളർന്ന് വന്നിട്ടാണ് അവസാന രീതിയിലെത്തിയത്. അത് ഓരോ വ്യക്തികളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമാണ്. ചില ആളുകൾ 1 വർഷം കൊണ്ട് തന്നെ ആ രീതിയിൽ എത്തിയിട്ടുണ്ട്, ചില ആളുകൾ 5 വർഷം എടുത്തിട്ടാണ്. അപ്പോൾ ഇതൊന്നും തന്നെ എല്ലാ ആളുകളുടെ കാര്യത്തിലും പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രായോഗികമാണ് എന്ന് കരുതുന്ന ഒരു നിയമങ്ങളൊന്നും ഇല്ല ഇതിലൊന്നും. പല രീതിയിൽ അയാളുടെ ശാരീരികപരമായ അവസ്ഥ, അയാളുടെ സാമൂഹികവും മാനസികവുമായിട്ടുള്ള എല്ലാം ബന്ധപ്പെട്ട് കിടക്കുക. അയാൾ എങ്ങനെയാണ് വളർന്നു വന്ന സാഹചര്യം, അയാളുടെ സ്വഭാവ രീതികൾ, ഇതുമായിട്ടൊക്കെ മദ്യത്തിന് ബന്ധമുണ്ട്. അപ്പം പല രീതിയിലാണ് അടി തട്ടുക. എപ്പോൾ അടി തട്ടുമോ, ഞാൻ ഇത്ര വർഷത്തിന് അടി തട്ടിയാ നീ അങ്ങനെ കേട്ടോ തട്ടുക, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കുടിയുടെ പോലെയല്ല മറ്റാളുടെ കുടി. അത് പല രീതിയിൽ പല കാലഘട്ടം, അതിനൊന്നും കൃത്യമായ ഒരു നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ ആശയറ്റവനെ പോലെയാകും, അല്ലെങ്കിൽ നിങ്ങൾക്കും മദ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിയന്ത്രിക്കുന്ന അളവിൽ മദ്യം കുടിക്കാൻ ശ്രമിച്ചു നോക്കി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുണ്ട്, ബംഗ്ലാവുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്. നിങ്ങൾ എന്തിനാണ് അതിനു വേണ്ടി ഇതെല്ലാം നഷ്ടപ്പെടുന്ന ആളെപ്പോലെ ആവാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ വരാം. മദ്യത്തിൻ്റെ മുന്നിലെ ശക്തിഹീനത നിങ്ങൾക്ക് അംഗീകരിക്കാം. മദ്യം എനിക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതെൻ്റെ
ഒരു കാര്യം തന്നെയാണ് അനിയന്ത്രിതമായ അവസ്ഥ. എനിക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് സ്വഭാവ ദൂഷ്യമില്ലായിരിക്കാം, മറ്റു കാര്യങ്ങളില്ല, ഒന്നും വേണ്ട. നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരാൻ എനിക്ക് ഈ മദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മദ്യം എൻ്റെ നിയന്ത്രണം പലപ്പോഴായിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത് പറ്റുന്നില്ല, അപ്പോൾ ഞാൻ ഭാവിയിൽ ഒരു മദ്യാസക്തനാവുമെന്ന് ഈ വ്യക്തിക്ക് കണ്ടെത്താൻ പറ്റും. ആ രീതിയിൽ എത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയുടെ പ്രോഗ്രാമിൽ വരികയും നമ്മളുടെ കൂട്ടായ്മയിൽ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്താൽ മറ്റൊരാൾക്കും സ്വപ്നം കാണാൻ പറ്റാത്തൊരു ജീവിതം അയാൾക്ക് പറ്റുന്നുള്ളതാണ്. അപ്പോൾ അടി തട്ടേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഈ രീതിയിൽ അടി തട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്രോഗ്രാം പ്രവർത്തിക്കുക എന്നൊന്നുമില്ല. അടി തട്ടിയ ആളുകളാണ് കൂടുതൽ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തത് എന്നതിനർത്ഥം അടി തട്ടാത്ത ആൾക്കാർ അടി തട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട. പലപ്പോഴും അടി തട്ടൽ പടമായിട്ട് ചുമരിൽ പതിക്കും, അടി തട്ടാൻ ബാക്കി ഉണ്ടാവില്ല. കാരണം എല്ലാ അനുഭവങ്ങളും ഓരോ വ്യക്തിയും വ്യത്യസ്തങ്ങളാണ്, വ്യക്തികളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, കുടിയുടെ കാലഘട്ടം വ്യത്യസ്തമാണ്, കുടിയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അനുഭവിക്കുന്ന അനുഭവങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യരുടെ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചും ആ വ്യത്യസ്തത ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനെയും തന്നെ വിധിക്കാതെ ആശയറ്റ നിലയിലെത്താത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരിക്കലും മറ്റാളോട് പറയുന്നില്ല ഈ ഒരു മദ്യാസക്തനാൻ സമ്മതിക്കുക, എന്നാൽ മാത്രമാണ് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. നിനക്ക് ഈ രോഗമുണ്ടോ, നിനക്ക് പടിയൊന്നും തട്ടിയിട്ടില്ല, നിനക്ക് ഇനിയും സമയമുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ മുന്നിൽ നിനക്ക് നിയന്ത്രണമില്ലാതെ അവനാവുണ്ട്, മദ്യം നിൻ്റെ യജമാനായി മാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു കാരണം പരാജയത്തിൻ്റെ നെല്ലിപ്പല കാണണമെന്ന് എന്തിനു നിർബന്ധം പിടിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് എല്ലാ ആൾക്കാരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച രീതിയിൽ കഷ്ടത അനുഭവിച്ചാലേ വരൂ, അവൻ്റെ ചോര ഇറങ്ങട്ടെ, ആ ചോര ഇങ്ങനെ വരണം എന്നൊക്കെ പറയും. എന്ത് അടിസ്ഥാനത്തിലാണ് പറയേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യം കേട്ടോ ഇതൊക്കെ. കാരണം എന്തിനാണ് മറ്റുള്ളവർ നമ്മളെപ്പോലെ ആകേണ്ട, പരാജയത്തിൻ്റെ നെല്ലിപ്പലക കാണണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യം? ആശയറ്റവനായി തീരാത്ത പക്ഷം പരിപാടി കുറച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി പരിശീലിക്കൂ എന്നാണ് ഉത്തരം. ഇവിടെ രണ്ട് തരത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ പരാജയത്തിൻ്റെ നെല്ലിപ്പലക കാണണം എന്ന് വാശി പിടിക്കുന്ന എന്തിനാണ് നമ്മളോട് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കുക. ഇവിടെ ആശയറ്റവനായി തീരാത്ത പക്ഷം പരിപാടി കുറച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി പരിശീലിക്കൂ എന്നാണ് ഉത്തരം. അപ്പോൾ ആശയറ്റവനായി തീരാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ആശയറ്റ ആളുകളാണ് കൂടുതലായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലേക്ക് അന്നത്തെ കാലത്ത് എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഇതിന് മുന്നത്തെ ഖണ്ഡികയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ആ രീതിയിലേക്ക് തകർച്ചയിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ ഞങ്ങൾ തകർച്ചയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാർ കൂടുതലായിട്ട് കടന്നു വരാൻ തുടങ്ങി. ഇതൊരു അനുഭവങ്ങളാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് പലപ്പോഴും ഈ ഒരു പ്രയോഗത്തെ എടുത്തിട്ട് പലപ്പോഴും പറയാറുണ്ട്, അവൻ അടി തട്ടിയിട്ടില്ല കേട്ടോ, അടി തട്ടണം, അങ്ങനെയൊന്നും പറയുന്നില്ല. ആശയറ്റവനായി തീരാത്ത പക്ഷം പരിപാടി കുറച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി പരിശീലിക്കൂ. അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. അതിനർത്ഥം അങ്ങനെ എത്തിത്തീരണം എന്ന നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. കൃത്യമായിട്ട് മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങളെ എൻ്റെ ഉള്ളിലേക്ക് എടുക്കാനും അതിൽ നിന്ന് പാഠം പഠിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധിയില്ലാത്ത ആൾക്കാരും നല്ല ഈ കുടിയന്മാരാരും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അനുഭവങ്ങൾ നിരന്തരമായി മീറ്റിംഗ് കേൾക്കുകയും മറ്റുള്ളവരുടെ പോലെ ഞാൻ എത്തിയിട്ടില്ല, അപ്പോൾ എന്തിനാണ് ഞാൻ അങ്ങനെ ആവുന്നത്, എനിക്കിപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ആ വലിയ ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോഗ്രാം ചെയ്യേണ്ട രീതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാലോ, അതല്ല അദ്ദേഹം ആശയറ്റവനായി തീരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലേക്കോ അദ്ദേഹം ജീവിതത്തിലേക്കോ തിരിച്ചെത്തിയെന്ന് വരില്ല. നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റിയിട്ടില്ല. പല ആളുകളും പല രീതിയിലാണ് വളരെ പെട്ടെന്ന് പടമായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പരിശീലിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അതിനർത്ഥം ഈ രീതിയിൽ അടി തട്ടിയിട്ടും മരിച്ചു പോകുന്ന ആളുകളും ഇല്ലേ? അടി തട്ടിയ ആളുകൾ, പല ആളുകളും ഇതിന് മുന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും തിരിച്ചറിയാറില്ല, എനിക്ക് മദ്യത്തിനെ പറ്റി പ്രശ്നമില്ലാതെ പറഞ്ഞ് മരിച്ചു പോകുന്ന ആളുകളുണ്ട് നമ്മൾ. അപ്പം അതും നമ്മൾ കാണണം എന്നുള്ളതാണ്. അവശേഷിക്കുന്ന 11 പടികളും ശീലിക്കുന്നതിന് മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മദ്യപനും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള മനോഭാവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വീകരണം ആവശ്യമാണ്. നമ്മുടെ കൂട്ടായ്മയുടെ ആ 11 പടികൾ, അദ്ദേഹത്തിന് മുന്നേ ശക്തിഹീനാണെന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആ 11 പടികളും നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത്, ഇപ്പോൾ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്കറിയാം
അയാൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള മനോഭാവങ്ങളുടെയും, ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും ഈ പടികളുടെ കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ളത്. ആ തരത്തിലുള്ള മനോഭാവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വീകരണം ആവശ്യമാണ്. നമുക്കൊരിക്കലും മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ ഒന്നാമത്തെ പടി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനോഭാവങ്ങളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റമാണ്. അപ്പം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല മനോഭാവങ്ങൾ ഉണ്ടാകുന്ന, ഓരോ കാര്യത്തെയും കാണുന്ന മനോഭാവം വ്യത്യസ്തമായ രീതിയിലേക്ക് മാറണം. അത് കൂട്ടായ്മയിൽ വരുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവത്തിൽ നമുക്ക് മാറ്റം വരണം. നമ്മുടെ കുടുംബത്തിൽ പെരുമാറുന്ന കാര്യത്തിൽ മാറ്റം വരണം. നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുള്ള ആളുകളോട് പെരുമാറുന്ന കാര്യങ്ങളിൽ മാറ്റം വരണം. അപ്പം ആ മനോഭാവത്തിൽ മാറ്റമുണ്ടാവുകയും അത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യണം. ആ മനോഭാവത്തിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് അവനോട് ദയ തോന്നുന്നു എന്നല്ല. ഒരുത്തൻ വീണ് കിടക്കുമ്പോൾ ദയ തോന്നിക്കഴിഞ്ഞാലുള്ള പ്രവൃത്തി എന്താണ്? അവനെ നമ്മളവിടെ നിന്ന് എഴുന്നേറ്റിരിക്കാനും അവന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കുക. അപ്പോൾ ആ വിവേകത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രവൃത്തി, അത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സാധ്യമാവുന്ന രീതിയിലല്ല പടികൾ. ഇപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മദ്യം നിർത്തിയാൽ മാത്രമാണ്, ഒന്നാമത്തെ പടി അംഗീകരിച്ചാൽ മാത്രമാണ് ഈ 12 പടികളിലുള്ള സുഖങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ആ രീതിയിലുള്ള മനോഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ സന്തുഷ്ടി നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു സ്വീകരണം ആവശ്യമാണ്. ഒന്നാമത്തെ പടി നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് പറ്റുള്ളൂ. കടുത്ത സത്യസന്ധനാവാനും സഹിഷ്ണുതയുള്ളാവാനും ആരാണ് ആഗ്രഹിക്കുക? ആർക്കാണ് ആഗ്രഹം? കടുത്ത സത്യസന്ധത. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ കുറവുകളെ മറച്ചു വെക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മളെ കുറ്റം ഒരാൾ പറയുമ്പോൾ, ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കോളോ വാട്സപ്പ് കോളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയോ നമ്മളെക്കുറിച്ച് പറയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെ രീതിയിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്കെതിരെ നമ്മുടെ കുറ്റം പറഞ്ഞ ഒരാളോട് ക്ഷമിക്കാനും നമുക്ക് പറ്റില്ല. അയാളോട് നമ്മൾ മോശമായിട്ട് തന്നെ, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമാണ്. നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആളുകളുണ്ടാവും. എല്ലാ ആളുകളും സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് സഹിഷ്ണുതയുള്ളവനാവാനും ആരാണ് ആഗ്രഹിക്കുന്നത്? ആരാണ് വലിയ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള ആളുകളോടൊക്കെ ക്ഷമിക്കാൻ, മറ്റുള്ളവർ എന്നെ ദ്രോഹിച്ചു എന്ന് പറയുന്ന ചിന്താഗതി ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമാണ് ഞാൻ മദ്യപിച്ചത് എന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം